ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഇൻക്യുബേറ്ററും കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെയാണ്. ഏതൊരു വീട്ടമ്മമാർക്കും സ്വന്തമായിട്ടുള്ളൊരാഗ്രഹമാണ് ഏൺ ചെയ്യണം, വീട്ടിൽ നിന്ന് തന്നെ വരുമാനം നേടണം എന്നുള്ളത്. അത്തരത്തിലുള്ള വീട്ടമ്മമാർക്ക് ഇത് വളരെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ കാണുന്നതാണ് എൻ്റെ ഇൻക്യുബേറ്റർ. ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ ഇൻക്യുബേറ്ററാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു കോഴി എങ്ങനെയാണോ തള്ളക്കോഴി എങ്ങനെയാണോ അടയിരിക്കുന്നത്, അതുപോലെ തന്നെയുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ ഇൻക്യുബേറ്ററാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ ഒന്ന് തുറന്നു നോക്കിയാലോ. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് മുട്ടകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നേക്ക് 19ാം ദിവസമായി മുട്ടകൾ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം കോഴിക്കുഞ്ഞുങ്ങൾ മുറിയുന്ന ടൈം എന്ന് പറഞ്ഞാൽ 19 മുതൽ 21 ദിവസം വരെ മുറിയുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മുട്ടകൾക്ക് പൊട്ട് വീണെങ്കിലും അത് മുറിഞ്ഞു വീഴാൻ കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും. അതായത് നാളെ രാവിലെയാണ് ഏകദേശം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ മുറിഞ്ഞ് പുറത്തേക്ക് വരിക. പിറ്റേ ദിവസം രാവിലെ തന്നെ നേരെ നോക്കിയത് ഇൻക്യുബേറ്ററിൻ്റെ അടുത്തേക്കാണ്. നോക്കുമ്പോൾ 2 കോഴിക്കുഞ്ഞുങ്ങൾ മുട്ടയൊക്കെ മുറിഞ്ഞ് പുറത്തേക്ക് വന്നിരിക്കുന്നു. എന്നാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താണെന്നല്ലേ, ഈ മുട്ടകൾ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വേഗം മറ്റൊരു ബോക്സിലേക്ക് മാറ്റും, ചൂടൊക്കെ നൽകിയിട്ട്. പക്ഷേ അതിന് കുറച്ച് ടൈമും കാര്യങ്ങളും അത്യാവശ്യമാണ്. അതുപോലെ കോഴിക്കുഞ്ഞുങ്ങൾ മുറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുട്ടത്തോടുകൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇൻക്യുബേറ്ററിൽ നിന്നും എടുത്തു മാറ്റേണ്ടതാണ്. പിന്നീട് നമ്മൾ അതിൽ തന്നെ വെക്കുകയാണെങ്കിൽ അത് കോഴിക്കുഞ്ഞുങ്ങൾ അതിൻ്റെ മുകളിലൊക്കെ കയറി കോഴിക്കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തന്നെ കേടുകൾ സംഭവിക്കാൻ ഇടയാക്കും. അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ മുറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്കൊരു വെള്ള രോമങ്ങൾ, അതായത് എക്സ്ട്രാ രോമങ്ങൾ അതിൻ്റെ മുകളിൽ ഉണ്ടാകും. അപ്പം അത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളത് മറ്റൊരു ബോക്സിലേക്ക് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ വരുത്തുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച മുട്ടകളിൽ കുറച്ച് മുട്ടകളൊക്കെ മുറിഞ്ഞു കഴിഞ്ഞു. ഇനി ഏതാനും മുട്ടകളും കൂടി മുറിയാൻ ബാക്കിയുണ്ട്. ഇൻക്യുബേറ്ററിലുള്ള ബാക്കിയുള്ള മുട്ടകൾ കുറച്ച് പൊട്ടുകൾ വീണ മുട്ടകളാണ് ഗൈസ്. ഇപ്പോൾ വേറൊന്നുമല്ല, ഒരു തള്ളക്കോഴി എങ്ങനെയാണോ അതിൻ്റെ മുട്ടകൾ മുറിയാൻ സഹായിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ മുട്ടകൾ കൈകൊണ്ട് എടുത്ത് അതിൽ നല്ല രീതിയിൽ ആ പൊട്ടുകൾ ചെറുതായി നല്ല സൂക്ഷിച്ചു കൊണ്ട് തന്നെ ആ പൊട്ടുകൾ നമ്മൾ പൊട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അതിൽ നിന്നും അതിൻ്റെ ജീവൻ പോകുവാൻ വരെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
അങ്ങനെ നമ്മുടെ ഇൻക്യുബേറ്ററിൽ നിന്നും മുറിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.